ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ഓഫറുകളുടെയും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ 5 മുതൽ മെയ് 31 വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം. ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ 50% വരെ ഡിസ്കൗണ്ട്. 2.5% പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ. വമ്പിച്ച കളക്ഷനുകളുമായി ചെയിൻ ആൻഡ് ബാംഗിൾ ഫെസ്റ്റ്. കൂടാതെ ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. വേഗമാകട്ടെ, ഈ ഓഫറുകൾ മെയ് 31 വരെ മാത്രം. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. ഒറ്റപ്പാലം നഗരസഭയിൽ 8 കോടി രൂപയുടെ അഴിമതി ആരോപണവുമായി BJP. ബയോമൈനിംഗ് പദ്ധതിയുടെ മറവിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ണിട്ട് മൂടുന്ന പ്രവർത്തനം BJP പ്രവർത്തകർ തടഞ്ഞു. മണ്ണുമായി വന്ന വാഹനങ്ങൾ റവന്യൂ വകുപ്പിന്റെ കസ്റ്റഡിയിൽ. ഒറ്റപ്പാലം നഗരസഭയുടെ ബയോമൈനിങ്ങിൽ കോടികളുടെ അഴിമതി ആരോപിച്ചാണ് BJP ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുന്നത്. നഗരസഭയുടെ അധീനതയിലുള്ള പ്ലാസ്റ്റിക് സംസ്കരണ കേന്ദ്രത്തിൽ ബയോമൈനിംഗ് പ്രവൃത്തിയിലാണ് കോടികളുടെ അഴിമതി ആരോപിക്കുന്നത്. പനമണ്ണ വട്ടനാലിലെ പ്ലാസ്റ്റിക് സംസ്കരണ കേന്ദ്രത്തിൽ ബയോമൈനിംഗ് നടന്നുവെന്ന് അവകാശപ്പെടുന്ന നഗരസഭാ പ്രദേശത്ത് കാണുന്ന പ്ലാസ്റ്റിക്കിന് എന്ത് മറുപടി നൽകുമെന്ന് BJP പ്രവർത്തകർ ചോദിച്ചു. പ്ലാസ്റ്റിക് മണ്ണിട്ട് മൂടുന്നതിനായി മണ്ണ് കൊണ്ടുവന്ന വാഹനങ്ങൾ BJP പ്രവർത്തകർ തടഞ്ഞു. തുടർന്ന് ഒറ്റപ്പാലം ASP അച്യുത് അശോക് സംഭവസ്ഥലത്തെത്തി. യാതൊരു രേഖകളുമില്ലാതെ മണ്ണുമായി വന്ന വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കുമെന്ന് BJP പ്രവർത്തകർ ആവശ്യപ്പെട്ടു. സംഭവസ്ഥലത്തെത്തിയ നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ വാഹനം വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ മണ്ണുമായി വന്ന വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കാതെ പിരിഞ്ഞു പോവില്ലെന്ന ആവശ്യത്തിൽ പ്രവർത്തകർ ഉറച്ചുനിന്നു. നഗരസഭാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന ഉറപ്പിന്മേലും വില്ലേജ് ഓഫീസർ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തതോടെ പ്രവർത്തകർ പിരിഞ്ഞുപോയി. മധ്യമേഖലാ സെക്രട്ടറി T ശങ്കരൻകുട്ടി, BJP ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരത്തൊടി, ജനറൽ സെക്രട്ടറി A സ്വരൂപ്, BJP നേതാക്കളായ K പ്രമോദ് കുമാർ, സൂരജ് കോണിക്കൽ, മധു, വിഷ്ണു, സന്തോഷ്, P ജയരാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വാഹനങ്ങൾ തടഞ്ഞ് നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെച്ചത്. അവിടെ കാണുന്ന പ്ലാസ്റ്റിക് അല്ല, വിവരാവകാശം അതിന്റെ ആവശ്യം വരുന്നില്ല. പരാതി കൊടുക്കുമെന്നാണ് KMC കുട്ടി എന്ന് പറയുന്ന അസോസിയേറ്റിനാണ് ഈ ഇത് വേർതിരിക്കുന്ന പ്ലാസ്റ്റിക് വേർതിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊടുത്തിട്ടുണ്ടായിരുന്നു, കരാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സംവിധാനം ആ അസോസിയേറ്റിന് നിയമപരമായി യാതൊരു സാധ്യതയില്ല. നിയമപരമായി ഒരു സാധ്യതയില്ലാത്ത ആളുകൾക്കാണ് 2 ഘട്ടങ്ങളായി 6 കോടി രൂപ കൊടുത്തിട്ടുള്ളത്. അതേ ജീവിച്ചിരിക്കുന്ന മറ്റൊരു ഏറ്റവും വലിയ തെളിവും ഉദാഹരണമാണ് ആ കാണുന്ന പ്ലാസ്റ്റിക്കുകളും മുഴുവൻ. ഇവിടെ എവിടെ കാരണം ചെയ്ത് നോക്കിക്കഴിഞ്ഞെങ്കിലും അവിടെയൊക്കെ പ്ലാസ്റ്റിക് കിടക്കുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല, നമ്മളിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിനും ഓംബുഡ്സ്മാനും വിജിലൻസിനും അതുപോലെ തന്നെ അനുബന്ധമായുള്ള മറ്റുള്ള മുഴുവൻ സംവിധാനങ്ങൾക്കും ഞങ്ങൾ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ രേഖകൾ ഞങ്ങളുടെ കൈവശം ലഭിച്ചു. നഗരസഭാ സെക്രട്ടറിയായിട്ട് ചർച്ച നടത്തണോ വേണ്ടയോ എന്നതായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിട്ടില്ല. അത് പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ P വേണുഗോപാൽജിയായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം ആ കാര്യം തീരുമാനിക്കേണ്ടത്. അല്ല, ഇപ്പോൾ അത് അവരെന്നെ സംബന്ധിച്ചിട്ടുണ്ട്. നഗരസഭയുടെ ആളുകൾ പറഞ്ഞു ഞങ്ങൾ മണ്ണുകൾ അടിക്കാൻ വേണ്ടി തയ്യാറാക്കി ശീലിയൊക്കെ പറഞ്ഞ് നമുക്ക് നിർത്തിവെക്കാം എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മണ്ണെന്തായാലും ഞങ്ങളുടെ കർത്താവ് നമ്മൾ